ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് സ്ഥിരം പ്രഭാഷണത്തിന്റെ ശൈലിയല്ല. എന്താ പാസ്വേഡിന്റെ പ്രത്യേകത? അത് തുറന്നാലാണ് രഹസ്യത്തിന്റെ ചെപ്പ് തുറക്കുക. അവനെ കുറിച്ച് അറിയുന്ന ബയോഡാറ്റകൾ, അവന്റെ പ്രൊഫഷൻ, അവൻ ഏതൊക്കെയാണ് എന്തൊക്കെയാണ്. ഒരാളെ എല്ലാവരെയും അറിയണമെങ്കിൽ, ഒരാളെ കൃത്യമായി അവനവനെ കുറിച്ച് അറിയണമെങ്കിൽ, അവൻ ക്രിയേറ്റ് ചെയ്യുന്നവന്റെ പാസ്വേഡ് തുറന്നാൽ നമുക്ക് കഴിയുമെങ്കിൽ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആദ്യമായിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തത് എവിടെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. ആർക്കും അറിയില്ല ഈ പാസ്വേഡിന്റെ അർത്ഥമേനാണ്, ഇതിന്റെ രഹസ്യമേനാണ്, ഇതിന്റെ ഉള്ളറകളുടെ രഹസ്യമേനാണ്. അത് ക്രിയേറ്റ് ചെയ്തവന് മാത്രമേ അറിയുന്നതാണ്. പാസ്വേഡ് ഐഡിയുടെ പ്രത്യേകത എന്താ? അത് ക്രിയേറ്റ് ചെയ്തവന് മാത്രമേ അതിന്റെ രഹസ്യം അറിയാവൂ. അലിഫ് ലാം മീം. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക. ഈ പാസ്വേഡിന്റെ അർത്ഥം ഏതെന്ന് ഇത് ക്രിയേറ്റ് ചെയ്ത പടച്ചതമ്പുരാനല്ലാതെ തികഞ്ഞാനിയായ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കറിയില്ല. ഓരോ സൂറത്തുകൾക്കും ഓരോ പാസ്വേഡുകൾ. അലിഫ് ലാം റാ ത്വാ സീൻ മീം. ഓരോ അധ്യായത്തിന്റെ പ്രമേയത്തിന്റെ ഗൗരവം വരുമ്പോ പാസ്വേഡുകൾ കുറച്ചുകൂടി ഗൗരവമുള്ള പാസ്വേഡുകളാവുക. സൂറത്ത് ബഖറയുടെ പാസ്വേഡ് 3 അക്ഷരമേ ഉള്ളൂ. അലിഫ് ലാം മീം. ഓരോ അധ്യായങ്ങൾക്ക് വ്യത്യസ്തമായ പാസ്വേഡുകൾ. പ്രമേയത്തിന്റെ ഗൗരവം വരുമ്പോ, അവതരണത്തിന്റെ ഗൗരവം വരുമ്പോ പാസ്വേഡുകൾ ഗൗരവമാവുകയാണ്. ആർക്കും അറിയാത്ത പാസ്വേഡുകൾ, ആർക്കും അറിയാത്ത അക്ഷര ശ്ലോകങ്ങൾ. സാഹിത്യ തമ്പുരാക്കന്മാരെ, ഡാവിഞ്ചിയുടെ കോഡ് കണ്ടുപിടിച്ചവരെ, മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ വര കണ്ടുപിടിച്ചവരെ പറഞ്ഞു തരുമോ നിങ്ങൾ എന്താണ് ഇതുകൊണ്ടുള്ള അർത്ഥത്തിന്റെ വിവക്ഷയെന്ന്? എന്തുകൊണ്ടാണ് സൂറത്ത് മറിയമിന് ഇത്ര വലിയ പാസ്വേഡ് വന്നത്? കാരണം ലോകത്തിന്റെ പ്രബലമായ മതവിഭാഗത്തിന്റെ ചിന്താധാരകളോട് അല്ലാഹുവിന്റെ ഖുർആൻ സംവദിക്കുകയാണ്. പറയാൻ പോകുന്നത് പിതാവില്ലാതെ ജനിക്കാൻ പോയ പുത്രന്റെ കഥയെ കുറിച്ചിട്ടാണ്. പ്രമേയത്തിന് ഗൗരവം വരുമ്പോ, പ്രമേയത്തിന് സാധുത വരുമ്പോ, പ്രമേയത്തിന് ഏറ്റവും വലിയ പ്രൗഢഗംഭി വരുമ്പോ അതിന്റെ പാസ്വേഡുകൾക്ക് വിവരം മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നഗര ഗ്രാമാന്തരങ്ങളിൽ കൂണുപോലെ കുമിഞ്ഞു വന്നുന്ന ഇന്റർനെറ്റ് കഫേകളുടെയും സൈബർ കഫേകളുടെയും കഥകൾ മാറിയിട്ട് അവനവന്റെ കിടപ്പുമുറിയുടെ മൂലയിൽ ഇരിക്കുന്ന മേശയുടെ മുമ്പിൽ ഇരിക്കുന്ന കൈപ്പത്തിയുടെ വലിപ്പം പോലും ഇല്ലാത്ത നിന്റെ മൊബൈൽ ഫോണിലൂടെ www.com വിരളമത്തിയിട്ട് ലോകത്തിന്റെ മുഴുവൻ പരമരഹസ്യങ്ങളെയും മുറിയിൽ ഇരുന്നു കൊണ്ട് കണ്ടുകൊണ്ടു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പാസ്വേഡ് ഐഡികളെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ അടുത്ത സമയത്ത് കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ വകുപ്പിന് പ്രധാനപ്പെട്ട ചുമതല വഹിച്ച ഒരു മനുഷ്യനല്ല, ഒരു പിതാവിന്റെ റൂമിൽ വന്നിട്ട് കണ്ണീരണിഞ്ഞു പറഞ്ഞതാണ്, ഉസ്താദേ എന്റെ മകളൊരു ക്രൈസ്തവ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ആ ക്രൈസ്തവ ചെറുപ്പക്കാരന് അവൻ ചെങ്ങന്നൂരുകാരനല്ല, അവൻ കോട്ടയത്തെ മാപ്പിളയല്ല. അവൻ കോട്ടയം മാപ്പിളയാണെങ്കിലും ജോലി ചെയ്യുന്നത് ലണ്ടനിലാണ്. എങ്ങനെയാണ് മധ്യ തിരുവിതാംകൂറിലെ ഒരു കൊച്ചു വീട്ടിലിരുന്ന പെണ്ണ് ലണ്ടനിലെ ഏതോ IT കമ്പനിയിൽ ജോലി ചെയ്ത കോട്ടയത്തുകാരൻ മാപ്പിള ചെറുക്കനുമായി, ഒരു മുസ്ലിം മണ്ണിന് നസ്രാണി ചെറുക്കനുമായി ബന്ധപ്പെട്ടതെങ്ങനെ? ആ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദഗ്ധനായ പിതാവിനോട് പറഞ്ഞു, അടുത്ത റൂമിലിരുന്ന് എന്റെ മോളവനോട് ചാറ്റ് ചെയ്ത് അവസാനം
അവളുടെ പാസ്വേഡ് ലോക്ക് ചെയ്താൽ ഇപ്പുറത്തിരിക്കുന്ന കേരളത്തിന്റെ നൂറുകണക്കിന് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേധാവിത്വം വഹിക്കുന്ന എനിക്ക് പോലും അവളുടെ പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്താൽ പിന്നെന്ത് ചെയ്യാനാണ്? സഹോദരങ്ങളെ, സങ്കീർണതകളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സങ്കീർണതയുടെ അന്യൂനമായ ലോകത്ത് അല്ല, ന്യൂനതയുടെ ലോകത്ത് ആദ്യമായി പാസ്വേഡ് ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് ലോകത്തോട് രഹസ്യത്തിന്റെ കലവറ തുറന്നു കൊടുത്ത അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അക്ഷരത്തിന്റെയും അക്കത്തിന്റെയും വിപ്ലവം നടത്തിയ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മാത്രമല്ല, കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ